നമസ്കാരം. ഞാൻ ബിനു തുരുത്തി. കോട്ടയം രൂപതയുടെ അടിവേര് അറക്കുന്ന ഒരു വിധിയാണ് ഇക്കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ക്നാനായ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം 1911 രൂപീകൃതമായ കോട്ടയം രൂപതയിലെ പള്ളികളിൽ ക്നാനായ സമുദായത്തിൻ്റെ പുറത്തു നിന്നും വിവാഹം കഴിച്ച ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം എന്നാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും ചെറിയ കീഴ്ക്കോടതിയിൽ നവീകരണ സമിതി സമർപ്പിച്ച ഒരു കേസിൻ്റെ തുടർച്ചയാണ് പിന്നീട് ജില്ലാ കോടതിയിൽ നിന്നു വന്ന വിധിയും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധിയും. ഈ വിധികളെക്കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ കോട്ടയം രൂപതാ നേതൃത്വവും കോട്ടയം രൂപത അൽമായ സംഘടനാ നേതൃത്വവും എത്ര ലാഘവത്തോടെയാണ്, നിസ്സാരമായിട്ടാണ് ഈ കേസിനെ കണ്ടിരുന്നത് എന്ന് ഈ കേസിൻ്റെ ആദ്യ ട്രയലുകളും അതിൻ്റെ വിധിയും പരിശോധിച്ചാൽ മനസ്സിലാവും. ആദ്യമായി കേസ് കീഴ്ക്കോടതിയിൽ വന്നപ്പോൾ കോട്ടയം രൂപതാ നേതൃത്വവും KCC അടക്കമുള്ള അൽമായ സംഘടനകളും കോടതിയിൽ സമർപ്പിച്ച എല്ലാ രേഖകളും നമുക്കെതിരെ കേസുമായി വന്ന നവീകരണ സമിതിക്ക് അനുകൂലമായാണ് പ്രത്യക്ഷത്തിൽ സംഭവിച്ചത്. നമുക്കിപ്പോൾ ഒരാൾക്കൊരു രോഗം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? സീരിയസ് ആയിട്ടൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന നമ്മുടെ നിലയ്ക്കും നമ്മുടെ സാമ്പത്തിക അവസ്ഥയ്ക്കും വെച്ച് കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സ നേടുക എന്നുള്ളതാണ് പൊതുവെ ഒരു സാധാരണക്കാരായ ആരും ചെയ്യുന്നത്. എന്നാൽ കോട്ടയം രൂപതയുടെയും ക്നാനായ സമുദായത്തിൻ്റെയും ഭാവിയെ നിയന്ത്രിക്കുന്ന ഈ കേസ് ആദ്യം കോടതിയിൽ വന്നപ്പോൾ ആ ഒരു താല്പര്യം രൂപതാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരു മികച്ച വക്കീലിനെ വെച്ച് നമുക്ക് വേണ്ടി വാദിപ്പിക്കാൻ പോലും രൂപതാ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ് പരമമായ സത്യം. 2010 മുതൽ ഞങ്ങളെപ്പോലെയുള്ളവർ കോട്ടയം രൂപതാ നേതൃത്വത്തിൻ്റെ സമുദായ വിരുദ്ധ നിലപാടുകളെ എതിർത്തുകൊണ്ട് ശബ്ദമുയർത്തുന്നവരാണ്. ജന്മം കൊണ്ടല്ലാതെ മറ്റെന്താണ് ഒരാളെ ക്നാനായക്കാരനാക്കുന്നത് എന്ന് പറഞ്ഞ മെത്രാനാണ് നമുക്കുള്ളത്. നമ്മളെല്ലാം നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന ആചാരം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടുകൂടിയാണ് ഒരു ക്നാനായക്കാരനും ആ ക്നാനായ കുടുംബവും ഉണ്ടാകുന്നതാണ്. ഇപ്പം ജന്മം കൊണ്ട് ഒരാൾ ഇന്ത്യക്കാരനായാൽ അയാളുടെ കർമ്മം കൊണ്ട് അയാൾ ഒരു വിദേശ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും ഒരു വിദേശ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാവുകയാണ്. അയാൾക്ക് തിരിച്ച് ഇന്ത്യൻ പൗരത്വമാണെങ്കിൽ അവരുടെ വിദേശ പൗരത്വം കളഞ്ഞതിന് ശേഷം, ഉപേക്ഷിച്ചതിന് ശേഷം തിരിച്ച് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ സമർപ്പിച്ച് കാത്തിരുന്ന് വേണം ഇന്ത്യൻ പൗരത്വം വീണ്ടും തിരിച്ചു കിട്ടാൻ. അതുപോലെയാണ് ക്നാനായ സമുദായത്തിൻ്റെ കാര്യത്തിൽ. ഒരു ക്നാനായ സമുദായ അംഗം ക്നാനായ മാതാപിതാക്കൾക്ക് ജനിക്കുമ്പോൾ അയാൾ ക്നാനായക്കാരൻ തന്നെയാവും, അയാളിൽ ക്നാനായത്വം നിലനിൽക്കുമെങ്കിലും ക്നാനായ സമുദായത്തിൻ്റെ അംഗത്വം നിലനിൽക്കുന്നതിന് അയാൾ പിന്തുടരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻഡോഗമി അല്ലെങ്കിൽ സ്വവംശ വിവാഹ നിഷ്ഠ പാലിക്കുക എന്നുള്ളത്. അത് പാലിക്കാതെ വരുമ്പോൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പൗരത്വത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ക്നാനായ സമുദായ അംഗത്വം നഷ്ടപ്പെടുകയാണ്. ക്നാനായത്വം അവിടെ തന്നെ തുടരും. ക്നാനായ സമുദായ അംഗത്വം നഷ്ടപ്പെടുമ്പോൾ ഈ വിവാഹം എന്തെങ്കിലും റദ്ദ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആ ജീവിത പങ്കാളി മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തിരിച്ചു വന്ന് ഒരു ക്നാനായ സമുദായ അംഗത്തെ വിവാഹം കഴിച്ച് ക്നാനായ പള്ളികളിൽ തിരിച്ച് അംഗത്വം ലഭിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ക്നാനായ സഭ എന്നൊരു സഭയില്ല. ഞാൻ ഇന്നലെയൊക്കെ മാതൃഭൂമിയിലും മനോരമയിലും മറ്റു പത്രങ്ങളിലും വന്ന വാർത്തകൾ, ന്യൂസ് ചാനലൊക്കെ വന്ന വാർത്തകൾ വായിച്ചു വിധിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിലവർ പറയുന്നത് ക്നാനായ സഭയിൽ വർഷങ്ങളായി പിന്തുടർന്നു വന്ന സ്വവംശ വിവാഹ നിഷ്ഠക്കെതിരെ കോടതി വിധി പ്രഖ്യാപിച്ചെന്നാണ്. കോടതിയെ അതുപോലും ബോധിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളപ്പോൾ സങ്കടം തോന്നി. ക്നാനായ സഭ എന്നൊരു സഭയില്ല. ഇവിടെ ക്നാനായ കത്തോലിക്കർ എന്ന് പറയുന്നത് നമ്മൾ ക്നാനായ ഇവിടെ കത്തോലിക്ക മലങ്കര സഭയിലോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്.
അതിലൊരാൾ ജ്ഞാനായ കത്തോലിക്കനായ ഒരാൾ ജ്ഞാനായ സമുദായത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും തങ്ങളുടെ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നില്ല. സീറോ മലബാർ സഭയുടെ ഭാഗമായിട്ട് തന്നെ അതിനോട് ചേർന്നുള്ള സ്വന്തം ഇടവപ്പള്ളിയുടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു പള്ളിയിലേക്ക് അയാൾ മാറ്റപ്പെടുകയാണ്. കാരണം ജ്ഞാനായ പള്ളികൾ ജ്ഞാനായ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ജ്ഞാനായ വൈദികരും ജ്ഞാനായ മെത്രാന്മാർക്കും പേഴ്സണൽ ജൂറിസ്ഡിക്ഷനാണ് ജ്ഞാനായക്കാരുടെ മേലുള്ളത്. അതുകൊണ്ടാണ് കോട്ടയം രൂപതാ മെത്രാന് കണ്ണൂരിൽ ഉള്ള ജ്ഞാനായക്കാരുടെ മേലും തിരുവനന്തപുരത്തുള്ള ജ്ഞാനായക്കാരുടെ മേലും ആത്മീയ അധികാരം അല്ലെങ്കിൽ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. എന്നാൽ വടക്കമ്പാവരായിട്ടുള്ള ജ്ഞാനായ സമുദായത്തിൽ അല്ലാത്ത ആൾക്കാർക്ക് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനാണ്. കണ്ണൂരുള്ള മെത്രാന്, കണ്ണൂരുള്ള ആൾക്കാർ, പാലായിലുള്ള ആൾക്കാർക്കുടെ മേൽ പാലായിലുള്ള ബിഷപ്പ് എന്നുള്ളതാണ്. ഈ വ്യത്യാസമെങ്കിലും കോടതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം പാലിക്കുന്നതിൽ കോട്ടയം രൂപതാ നേതൃത്വവും KCC തുടങ്ങിയ അൽമായ നേതൃത്വവും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കോട്ടയം രൂപത കുറെ നാളുകളായി ജ്ഞാനായ എന്ന പദം കോട്ടയം രൂപതയുടെ പല ഡോക്യുമെന്റിൽ നിന്നും നമ്മുടെ ബോർഡുകളിൽ നിന്നൊക്കെ തുടച്ചു മാറ്റി തുടങ്ങിയപ്പോഴേ ഞങ്ങളെപ്പോലെയുള്ളവർ സംശയിച്ചിരുന്നു. ഒരുപാട് വഴക്കുകൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. സമുദായ നേതൃത്വമായി കലഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരോടൊന്നും വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷേ സമുദായത്തിനെതിരായ നിലപാടെടുക്കുമ്പോൾ 17 നൂറ്റാണ്ടുകളായി നമ്മുടെയൊക്കെ കാരണവന്മാർ പിന്തുടർന്ന് വന്ന ഈ ജ്ഞാനായ പാരമ്പര്യം തുടർന്ന് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന ബോധ്യത്തിൻ്റെ പുറത്തിലാണ് അവരോട് കലഹിക്കേണ്ടി വന്നിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ, ഞാൻ താമസിക്കുന്ന ഓസ്ട്രേലിയയിലൊക്കെ ഒരു കാലത്ത് KCYL എന്ന സംഘടനയെ ഇവിടുത്തെ സീറോ മല വടക്കമ്പാവം മെത്രാൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി അതിനെ ഞങ്ങളെ ശക്തമായി എതിർക്കുകയുണ്ടായി. ആ കാലത്ത് 2016 കൺവെൻഷൻ, അന്നുണ്ടായ ഒരു വഴക്കിൻ്റെ പുറത്ത് കൺവെൻഷൻ നമ്മുടെ ഒരു രൂപതാ നേതൃത്വം ബഹിഷ്കരിച്ചു. ജ്ഞാനായ യാക്കോബ മെത്രാൻ എന്നാണ് അന്ന് കൺവെൻഷൻ പങ്കെടുത്ത്. 2018 സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കേസിൻ്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബിജുദപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം രൂപതയ്ക്കെതിരായ വിധി വന്നപ്പോൾ 2017, അന്ന് ഞാൻ DKCCയുടെ ചെയർമാനായിരിക്കുന്ന സമയം, അന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണമെന്നുള്ള ആവശ്യത്തെ ആദ്യമായി രൂപതാ നേതൃത്വം ആദ്യം തള്ളുകയാണ് ഉണ്ടായത്. അവസാനം DKCC ഒറ്റയ്ക്ക് മികച്ച വക്കീലിനെ വെച്ച് സുപ്രീം കോടതിയിൽ സമുദായത്തിന് വേണ്ടി വാദിക്കുന്ന നിലപാട് വന്നപ്പോൾ രൂപതാ നേതൃത്വം, അന്നത്തെ വികാരി ജനറലൊക്കെ പറഞ്ഞ അൽമായർക്ക് ഇതിൽ കേസ് നടത്താൻ ധാർമ്മിക അവകാശമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ വക്കീലന്മാരോട് അന്വേഷിച്ചപ്പോൾ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് സമുദായങ്ങൾക്ക് എല്ലാവർക്കും ഈ കേസിൽ പങ്കാളികളാകാനുള്ള നിയമ അവകാശമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. ആ സമയം അതിനോട് ചേർന്ന് പിന്നെ ഞങ്ങൾ KCCയും രൂപതാ നേതൃത്വമൊക്കെ ചർച്ച നടത്തുകയും ഒരുമിച്ച് കേസ് നടത്തണമെന്ന് ഞങ്ങൾ യാചിക്കുകയും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി. അതുകൊണ്ട് ആ സുപ്രീം കോടതിയിലെ കേസ് പിന്നെ തിരിച്ച് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ഇപ്പോൾ വരുന്ന ഈ കേസിൽ രൂപതാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു തുടക്കത്തിലുണ്ടായ വൻ പാളിച്ചകൾ, അതായത് നമ്മുടെ കോട്ടയം രൂപതയുടെ നിയമ സംഗ്രഹത്തിൽ എഴുതി വച്ചിരിക്കുന്ന മണ്ടത്തരങ്ങളും നമ്മുടെ വാദഗതികളും, കോട്ടയം രൂപതയുടെ ഒരു അച്ഛൻ കോട്ടയം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിചാരണയിൽ കോട്ടയം രൂപതാക്കാരനല്ലാത്ത ഒരു മെത്രാൻ കോട്ടയം രൂപതയിൽ വന്നാൽ പോലും കുഴപ്പമില്ലെന്ന് കോടതിയിൽ പോയി പറഞ്ഞതാണ്. ഇതിനൊക്കെ കേസിനെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മണ്ടത്തരങ്ങൾ ഒരുപാട് വിളമ്പിയിട്ടുണ്ട്. അവർക്കനുകൂലമായ ഒരുപാട് നിലപാടുകൾ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ രൂപതാ നേതൃത്വം എടുത്തിട്ടുണ്ട്. അപ്പോൾ വിധി ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ കേരള ഹൈക്കോടതിയുടെ മറ്റ് ബെഞ്ചുകളിലേക്ക്, ഡബിൾ ബെഞ്ചിലേക്ക് പോയാലോ അല്ലെങ്കിൽ ഇനി സുപ്രീം കോടതി പോയാലോ മറ്റൊരു വിധി ഇതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ചെയ്യാവുന്ന ഏക കാര്യം കീഴ്ക്കോടതിയിലേക്ക് ഈ കേസ് എത്തിക്കുക എന്നുള്ളതാണ്. തുടക്കത്തിലെ നമുക്ക് പറ്റിയ എല്ലാ പരാജയങ്ങളും, നമ്മൾ കൊടുത്തിരിക്കുന്ന തെളിവുകളും ഡോക്യുമെന്റുകളും വിചാരണയിൽ വന്നിട്ടുള്ള നമ്മുടെ പരാജയങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മികച്ച രീതിയിൽ ഈ കേസിനെ കീഴ്ക്കോടതിയിൽ നിന്ന് തന്നെ വാദിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ ഈ കേസിൽ വിജയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നമ്മൾ സമീപിച്ചാൽ അവിടെ നിന്നുണ്ടാകുന്ന ഒരു വിധി ജ്ഞാനായ സമുദായത്തിൻ്റെ കോട്ടയം രൂപതയുടെ അന്ത്യത്തിലേക്ക് കലാശിക്കും. ഭാവിയിൽ കോട്ടയം രൂപത ജ്ഞാനാക്കാരുടെ രൂപത എന്ന പേരിൽ അറിയപ്പെടുകയില്ല. പുറത്തുനിന്നുള്ളവരും കൂടെ വന്ന് നമ്മുടെ പള്ളികളിലെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അത് ജ്ഞാനായ രൂപത അല്ലെങ്കിൽ ജ്ഞാനായ ഇടവക എന്നറിയപ്പെടും. അതോടുകൂടി അത് തീരുകയാണ്. തീരാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ ദയവായിട്ട് എത്തിക്കരുത്. കുന്നശ്ശേരി പിതാവും
ചൂളപ്പറമ്പിൽ പിതാവും തറയിൽ പിതാവും മാക്കിയിൽ പിതാവുമൊക്കെ ക്നാനായ സമുദായത്തിനെ മുന്നിലേക്ക് നയിച്ചു എന്ന് ചരിത്രം വിധിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ ക്നാനായ സമുദായത്തിൻ്റെ ശവപ്പട്ടിക്ക് അവസാനത്തെ ആണിയടിച്ച ക്നാനായ സമുദായ വിരോധികളെന്നാണ് ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്തിയുള്ളത്. അതുണ്ടാകാതിരിക്കട്ടെ. ഇനിയും അവസരങ്ങളുണ്ട്. ക്നാനായ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ സമുദായത്തിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അല്ലാത്ത പക്ഷം ഇത് ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു സമുദായമായി തന്നെ ഇത് പിന്നെ ഭാവിയിലേക്ക് മാറപ്പെടും. നന്ദി, നമസ്കാരം.